പിണറായി വിജയനും ഈ നടനെ ഉപേക്ഷിച്ച് പോയ സ്ത്രീയും. ഈ നടനെ ഉപേക്ഷിച്ച് പോയ സ്ത്രീ അറിയാമല്ലോ. ഇവർ രണ്ടും കൂടെ സ്റ്റേ രണ്ടും കൂടി വർത്താനം പറഞ്ഞ് എല്ലാ ചാനലും ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണല്ലോ ഗൂഢാലോചന ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോഴാണല്ലോ ഗൂഢാലോചന ഉണ്ടായത്. എല്ലാവരെയും കേട്ടും കണ്ടും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് തെളിയും. അന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ക്ഷമ പറയേണ്ടി വരും. മുഴുവൻ ജനം ഇപ്പോൾ ചിന്താവാടി എനിക്ക് ചിന്താവളി ഏതാ ചിന്ത വിളിക്കുന്നത്? ഇവിടെ എത്രയോ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇവനെ ഒന്നും ചിന്ത വിളിക്കാൻ കണ്ടില്ലല്ലോ. സിനിമാടി ബലാത്കാരം ചെയ്തപ്പോൾ മാത്രമല്ല ചിന്താവാ. നാണം കെട്ടവന്മാർ. പിണറായി വിജയൻ പറയുന്നു ഗൂഢാലോചനയില്ല. പാർട്ടി സെക്രട്ടറി കോടിയേരി പറയുന്നു ഗവൺമെൻറ് എരയോടൊപ്പമാണ്. എരയോടൊപ്പമാണ് പിണറായി വിജയനെങ്കിൽ ഗൂഢാലോചന ഉണ്ടെന്ന് എന്തുകൊണ്ടെന്ന് പറഞ്ഞില്ല? DGP സെൻകുമാർ 28-ാം തീയതി രാജിവെക്കുമ്പോൾ പറയുന്നു, അല്ല പെൻഷൻ പറ്റി പിരിഞ്ഞ നിമിഷം അദ്ദേഹം പറഞ്ഞു, ഈ നിമിഷം വരെ ഈ ദിലീപിനെതിരെ തെളിവില്ല. 1.5 ദിവസം കഴിയുമ്പോൾ ദിലീപ് അറസ്റ്റിൽ. എന്താ ന്യായം? ദിലീപിനെ കൊടുക്കാൻ വേണ്ടി വലിയൊരു ഗൂഢാലോചന. ഞാൻ യാതൊരു സംശയമില്ല, എൻ്റെ വിശ്വാസം ഇതൊരു കള്ളക്കേസാണ്. അന്വേഷിക്കണം. കാരണം ഞാൻ ഇതിനകത്ത് കാണുന്നത് ദിലീപ് പറഞ്ഞു എന്ന് പറഞ്ഞത് എന്താ, ഒരു കേസ് ഞാനിപ്പം ഇങ്ങോട്ട് നടന്ന് വണ്ടി വരുമ്പോൾ നോക്കിയപ്പം അതിനകത്തൊരു മിസ്ഡ് കോളുണ്ട്. കാരണം ഞാൻ മറ്റേ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം ഇടയ്ക്ക് എന്നെ വിളിച്ചതാണ്. എൻ്റെ മര്യാദയ്ക്ക് ഞാൻ അന്നേരം മിസ്ഡ് കോൾ വിളിച്ചു. ഉടനെ മിസ്ഡ് കോൾ കണ്ട് വിളിച്ചാൽ ഉടനെ PCR ഇനിയാളെ വിളിച്ചു. അതിനകത്ത് കൂടാലുള്ളത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അറസ്റ്റ് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇതെന്താ അതായിരിക്കാൻ വരുന്നത്? ഇവിടെ പകർച്ചപ്പനി കൊണ്ട് 30 ലക്ഷം ആളുകൾ ആശുപത്രി കിടക്കുക. ഇന്നത്തെ ദിവസം നമുക്കറിയാം, ഒരൊറ്റ കട തുറന്നിട്ടില്ല കേരളത്തിൽ. മരുന്ന് കട പോലും തുറന്നിട്ടില്ല. GST 51 രൂപ 1 കിലോ അരിക്ക്. ഇവിടെ റേഷൻ കാർഡ് കൊടുത്തിരിക്കുന്നു. ആർക്ക് റേഷൻ കാർഡ് ഉണ്ടോ? എല്ലാം കൊണ്ട് പൊറുതുമുട്ടി വളഞ്ഞ മനുഷ്യൻ്റെ ചിന്തയെ ഏറ്റവും വേഗം മാറ്റിമറിക്കാൻ പറ്റിയ സിനിമാ ലോകമാണ്. അതിന് ഇപ്പം ഇയാൾ ബലിയാടായിരിക്കുക. എന്താ ദിലീപ് അയാളെ ബലിയാടാക്കി, അത്രേ ഉള്ളൂ. ഞാനങ്ങനെ കരുതുന്നു. കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടുകയാണ്. അതെ, കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ചിന്ത തിരിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്ന നാണം കെട്ടവന്മാരുടെ ഭരണമാണ് ഈ സംസ്ഥാനത്തുള്ളത്. ആ നാണം കെട്ടവന്മാരുടെ രാഷ്ട്രീയ കളിയാണ് ഈ അറസ്റ്റെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.